നമസ്കാരം. എങ്ങനെ കോടീശ്വരനാവാം എന്നുള്ള വീഡിയോ ഞാൻ ഇഷ്ടമായി ചെയ്തിട്ടുണ്ട്. എങ്ങനെ 1 കോടി രൂപ കോർപ്പസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ പലപ്പോഴും 1 കോടി രൂപ കോർപ്പസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞനുസരിച്ചാണെങ്കിൽ സമാധാനമായിട്ട് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു 12% റിട്ടേൺ കിട്ടുക. എന്നിട്ട് ഒരു 5,000 രൂപയ്ക്കാണെങ്കിൽ 10-26 വർഷം എടുക്കും ഇത് എത്താനായിട്ട്. അപ്പോൾ 25 വർഷമുള്ള ആളുകളാണെങ്കിൽ ഇവർ പറയും 50-ാമത്തെ വയസ്സിൽ 1 കോടിയിട്ട് എന്ത് കാര്യമാണെന്നുള്ളത്. അപ്പോൾ ഇത് ശരിയാണ്. 25 വർഷം കഴിഞ്ഞിട്ട് 1 കോടി കിട്ടിയിട്ട് വളരെ തുച്ഛമായിട്ടുള്ള കാശാണ്. അതിനുള്ളൊരു പോംവഴി എന്ന് പറഞ്ഞാൽ നമുക്ക് 1 കോടി പോരാ, അതിന് പകരം 10 കോടി വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ 10 ടൈംസ് ഇൻവെസ്റ്റ് ചെയ്താൽ മതി, നമുക്ക് ആ പറഞ്ഞ പൈസയിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമുക്കൊരു 25 വർഷം കഴിഞ്ഞാൽ ഇന്നത്തെ 1 കോടിയുടെ വില എത്രയാണ് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ 25 വയസ്സുള്ള ആളാണ് 50-ാമത്തെ വയസ്സിൽ കോടീശ്വരനാവണം, അല്ലെങ്കിൽ ഇന്നത്തെ 1 കോടി രൂപ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഒരു 7% ഇൻഫ്ലേഷൻ ഇട്ടാൽ തന്നെ ഇന്നത്തെ 1 കോടി എന്ന് പറഞ്ഞാൽ അന്ന് 5.5 കോടി രൂപയാണ്. ഈ 5.5 കോടി രൂപ നമ്മൾ എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഒരു കോടീശ്വരനാവാനായിട്ട് പലർക്കും പറ്റത്തുള്ളൂ. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടവരാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം ഒരു SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 30,000 രൂപയെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിലോ 25 വർഷം കൊണ്ട് ഈ പറഞ്ഞ 5.5 കോടിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഞാൻ ഈ പറഞ്ഞത് ഒരു 25 വയസ്സുള്ള ആൾക്ക് ഒരു 50-ാമത്തെ വയസ്സിൽ ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള കോടീശ്വരനാവാനായിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾക്ക് 30-ാമത്തെ വയസ്സുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതും 25 വർഷം കഴിഞ്ഞ് 55-ാമത്തെ വയസ്സിൽ ഇത് എത്താൻ പറ്റും. 30,000 രൂപ മാത്രം മാറ്റി വെച്ചാൽ മതി ഈ 5.5 കോടി എന്ന് പറഞ്ഞ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും. ഇനി അതല്ല, ഇപ്പോൾ ഒറ്റയടിക്ക് എൻ്റെ അടുത്തൊരു 30,000 രൂപ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനില്ല, എനിക്ക് കുറച്ചേ പറ്റുള്ളൂ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വർഷവും 10% വെച്ച് നമ്മുടെ ഈ പറഞ്ഞ 5.5 കോടി അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ആയിട്ടുള്ള 1 കോടിയിലേക്ക് എത്താനായിട്ട് ആഗ്രഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 13,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് എല്ലാ വർഷവും ഒരു 10% വെച്ച് അതിലൊരു സ്റ്റെപ്പായിട്ട് ഹൈക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 5.5 കോടി 25 വർഷത്തിൽ നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ പല ആൾക്കാർക്കും ഇന്നത്തെ കോടീശ്വരനാവണോ എന്ന് പറഞ്ഞാൽ പലരുടെയും ഒരു കാര്യം പറഞ്ഞാൽ ആ കോടി ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 25 വർഷം കഴിഞ്ഞിട്ട് വില ഉണ്ടാവില്ല എന്നാണ്. അതിന് നമ്മൾ കാണേണ്ട കാര്യം വെച്ചാൽ ഇൻഫ്ലേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 7% വെച്ചാണെങ്കിൽ തന്നെ 25 വർഷം കൊണ്ട് 5.5 കോടിയാവും. അതെത്താനായിട്ടാണ് ഒന്നില്ലെങ്കിൽ 30,000 വെച്ചിട്ട് ഇപ്പോൾ തന്നെ കൺസിസ്റ്റൻ്റായിട്ട് 25 വർഷം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ 13,000 വെച്ചിട്ട് നമ്മൾ തുടങ്ങിയിട്ട് എല്ലാ വർഷവും 10% വെച്ച് അതിൽ ഇൻക്രീസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇൻകം കൂട്ടാനായിട്ട് നന്നായിട്ട് ബിസിനസ് ചെയ്യുക, ഇൻകം കൂട്ടാനായിട്ട് സാലറി കൂട്ടാനായിട്ട് നല്ല പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരിക, പ്രൊമോഷൻ ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ സ്കില്ല് കൂട്ടുക, ഇതെല്ലാം ചെയ്യുക. ഇൻകം കൂടുന്നതനുസരിച്ച് ചിലവ് കൂട്ടാതെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അളവ് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള കോടീശ്വരനാവാനായിട്ട് പറ്റും. ഇതെല്ലാവർക്കും ഒരു മോട്ടിവേഷനായി വിചാരിക്കുന്നു. എല്ലാവരും കൃത്യമായിട്ട് പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഇതൊന്നും പറഞ്ഞില്ല. ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യുക, അതിന് ഈ പറഞ്ഞ 12% റിട്ടേൺ നമുക്ക് കിട്ടണം. അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ETF ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ഏതെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ നമ്മുടെ വിഷയം നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു അസറ്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 12% ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനോട് വിളിച്ചു ചോദിക്കുക, ഈ മെയിലിലേക്ക് അയയ്ക്കുക. നമ്മുടെ ടീം വേണ്ട സപ്പോർട്ട് തരാനായിട്ട് ശ്രമിച്ചോളൂ. താങ്ക് യു.